Hello. Welcome to Market Discussion of the Day. Today, 22nd of December 2025. മൺഡേ ആണ്, പുതിയൊരു വീക്കാണ്. നമ്മൾ ഇയർ എൻഡിലോട്ട് പോവുകയാണ് അല്ലേ. സോ ഇനി ബേസിക്കലി നമുക്ക് ഏകദേശം ഒരു 10 ദിവസം പോലുമില്ല ഈ ഒരു വർഷം എൻഡ് ആവാനായിട്ട്. സോ അതുകൊണ്ടിട്ട് തന്നെ നമുക്ക് അടുത്ത വർഷത്തേക്കുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് പ്ലാൻ ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റന്നാൾ മുതൽ യൂറോപ്പും യു എസും ഒക്കെ അവധിയായിരിക്കും. സോ അവസാനത്തെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഈ വർഷത്തിലുള്ള കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് മാർക്കറ്റിലുള്ളത് എന്നുള്ളൊരു കാര്യം ഞാൻ ആദ്യമേ തന്നെ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ ഇന്ന് രാവിലെ നമ്മൾ വലിയൊരു മൂവ്മെന്റ് ഗോൾഡിൽ കണ്ടിട്ടുണ്ടായിരുന്നു. 4338 അവിടെ നിന്ന് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തത് 4420 വരെ, അതായത് ഓൾ ടൈം ഹൈ വീണ്ടും ഗോൾഡ് ഇന്ന് രാവിലെ റീച്ച് ആയിട്ടുണ്ട് എന്നുള്ളത് ഇന്നത്തെ ഒരു പ്രത്യേകത തന്നെയാണ് എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് പറഞ്ഞു പോവുകയാണ് അല്ലേ. സോ നമ്മളെല്ലാവരും കണ്ടു എന്താ പറയുക, എന്തുകൊണ്ടാണ് മാർക്കറ്റ് ഇത്രയും പെട്ടെന്ന് ഓടിയത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. സോ ബേസിക്കലി നമുക്ക് എല്ലാ വീക്കിലും സ്റ്റാർട്ട് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് ഫണ്ടമെന്റൽസിൽ നിന്ന്, ഈ വീക്കിലെ ഫണ്ടമെന്റൽസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ഫണ്ടമെന്റൽസിൽ നിന്ന് ആദ്യമേ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് പൊളിറ്റിക്കലി കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ. ഇത് മറക്കാതെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ട്രേഡ് ചെയ്യാമുള്ളൂ എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് പറഞ്ഞു പോവുകയാണ്. ഓക്കെ, സോ അതിനുശേഷം നമുക്ക് ടെക്നിക്കൽ സൈഡിലോട്ട് പോവുകയും ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഫണ്ടമെന്റൽ സൈഡിലോട്ട് വരുമ്പം ഈ ആഴ്ച നമുക്ക് പ്രത്യേകിച്ച് വലിയ ന്യൂസുകളൊന്നും ഇല്ലാത്തൊരു വീക്കാണ്. സോ ഇന്ന് നമുക്ക് കംപ്ലീറ്റ്ലി കലണ്ടർ ബേസ് ചെയ്തിട്ട് ടെക്നിക്കൽ ഡേ ആയിട്ട് കൺസിഡർ ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. നാളെ നമുക്ക് ചെറിയ ന്യൂസുകളൊക്കെ ഉണ്ട്. അതിൽ ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മളുടെ നമുക്ക് CB കൺസ്യൂമർ കോൺഫിഡൻസ് ഇൻഡെക്സ് ഉണ്ട്. ഓക്കെ, സോ അത് വന്നിട്ട് 3 മണിക്കാണ് നാളെ വരുന്നത്. അത് മാത്രമാണ് നാളെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ട്രേഡ് ചെയ്യുന്ന പെയേഴ്സിൽ ഉള്ള ഒരു എന്താ പറയുക ഒരു ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ 24-ാം തീയതി യൂറോപ്പ് അവധിയാണ്. ഓക്കെ, യൂറോപ്പ് ഫുൾ അവധിയാണ്. ഓക്കെ, ഉച്ചയ്ക്ക് US ഇന്ന് നോൺ ഫാം പേറോൾ അല്ല, നമ്മുടെ അൺഎംപ്ലോയ്മെന്റ് ക്ലെയിംസ് അല്ലേ, ക്ലെയിംസിന്റെ ന്യൂസ് വരുന്നുണ്ട്. അത് ഭയങ്കര വലിയ വോളറ്റാലിറ്റി ഒന്നും ഉണ്ടാക്കത്തില്ല. ബേസിക്കലി 25-ാം തീയതി അവധി ആയതുകൊണ്ടിട്ട് വ്യാഴാഴ്ച വരാനിരുന്ന ന്യൂസ് ബുധനാഴ്ച ആയി എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, സോ ഡിസംബർ 25-ാം തീയതി നമുക്കറിയാം ക്രിസ്മസ് ഡേ ആണ്. സോ അന്ന് വലിയൊരു മൂവ്മെന്റ് ഒന്നും ഉണ്ടാവാനായിട്ടുള്ള പോസിബിലിറ്റി ഇല്ല. ഓക്കെ, ബാങ്ക് ഹോളിഡേയ്സ് ആണ്. അതേപോലെ തന്നെ വെള്ളിയാഴ്ചയും നമുക്ക് ബാങ്ക് ഹോളിഡേ ആണ് എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ അപ്പോൾ ഈ ആഴ്ച നമ്മളുടെ കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ന്യൂസ് ഒന്നുമില്ലെങ്കിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ സൈഡിൽ നിന്നുള്ള ന്യൂസ് വരാനായിട്ട് കിടക്കുന്നുണ്ട്. അതിൻ്റെ തീരുമാനങ്ങൾ അറിയാനായിട്ട് കിടക്കുന്നത് നാളെയും മറ്റന്നാളുമായിട്ടൊക്കെയാണ് അറിയാനായിട്ട് ഇരിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് മനസ്സിലാക്കേണ്ടത് അല്ലേ. എന്താണ് സംഭവം നമ്മളുടെ റഷ്യ ഉക്രൈൻ വാർ ഒരു അവസാനത്തിലോട്ട് വരാനായിട്ടുള്ള എല്ലാ ചാൻസസും നമ്മുടെ കൺമുന്നിലുണ്ട്. ഓക്കെ, സോ അത് ഇപ്പോൾ അതിനകത്തുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പം നമ്മുടെ യു എസ് ആണ് ഇതിന് ഇനിഷ്യേറ്റീവ് എടുത്തത്, ഈ ഒരു വാർ മൈൻഡ് ചെയ്യാനായിട്ടുള്ളൊരു ഇനിഷ്യേറ്റീവ് എടുത്തത് അല്ലേ. സോ നമുക്ക് എല്ലാവർക്കും അറിയാം അത് പലവട്ടം അതിൻ്റെ മീറ്റിംഗ്സ് നടക്കുകയും അത് അലസിപ്പിരിഞ്ഞ് പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ബേസിക്കലി യൂറോപ്യൻ കൺട്രീസും പുട്ടിനുമായിട്ടുള്ളൊരു മീറ്റിംഗ് നടക്കുന്നുണ്ടായിരുന്നില്ല കുറേ കാലമായിട്ട്. പക്ഷേ ഇപ്പോൾ ഉള്ള മീറ്റിംഗ്സ്, അപ്പോൾ ഈ വാർ എൻഡ് ചെയ്യാനായിട്ടുള്ള പല മീറ്റിംഗ്സിനും യൂറോപ്യൻ ലീഡേഴ്സിനെയും കൂടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടിട്ടാണ് ഈ ഒരു മീറ്റിംഗ് നടക്കുന്നത് എന്നുള്ളൊരു വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് വാർ എൻഡ് ആക്കാനായിട്ടുള്ളത്. അത് മാത്രമല്ല, ഈ ക്രിസ്മസിന് മുന്നേ ആയിട്ട് വാർ എൻഡ് ആക്കണം എന്നുള്ളത് എല്ലാവരുടെയും ആവശ്യമാണ്. ഈവൻ പുട്ടിൻ പോലും എന്താ പറയുക, വാർ ഒരുപാട് കാലമായില്ലേ, വാറൊക്കെ അവസാനിപ്പിക്കാനായിട്ടുള്ള ഒരു ചാൻസസ് വളരെ കൂടുതലാണ് എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കുക. അതിലുള്ളൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ, നമുക്കറിയാം ഡിസംബർ 25-ാം തീയതി എന്താണ്, ക്രിസ്മസ് അവധിയാണ് അല്ലേ. അപ്പോൾ ക്രിസ്മസിന് മുന്നേ ആയിട്ടെന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഡിസംബർ 25-ആണ്. പക്ഷേ ജാനുവരി 5-നാണ് നമ്മളുടെ ഉക്രൈനും റഷ്യയും എന്താ പറയുക ഫോളോ ചെയ്യുന്ന കലണ്ടറിലുള്ള ക്രിസ്മസ് എന്ന് പറയുന്നത്. സോ അത് ചിലപ്പോൾ ഈ ജാനുവരി 5-ാം തീയതി ആകാം ചിലപ്പോൾ നമ്മളുടെ ഈ പറയുന്ന റഷ്യ ഈ വാർ അവസാനിക്കാനായിട്ടുള്ള കാര്യം എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കി പോവുക. സോ ക്രിസ്മസ് ജുനിറ്റൻ കലണ്ടറിൽ ജാനുവരി 5-ാം തീയതി എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കുക. ചിലപ്പോൾ ജാനുവരി 5-ാം തീയതി ആയിരിക്കും, അല്ലെങ്കിൽ ജാനുവരി 25-ാം തീയതിക്ക് മുന്നേ തന്നെ ഗോൾഡിൽ നമ്മളുടെ വാർ അവസാനിക്കുകയും ഗോൾഡിൽ ഒരു ബിഗ് മൂവ്മെന്റ്, ഒരു ഫോള് കാണാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, സോ അതിനെ നമ്മൾ രണ്ടായിട്ട് കാണാം. ഒന്നെങ്കിൽ ഡിസംബർ 25-ാം തീയതിക്ക് മുന്നേ തന്നെ വാർ അവസാനിച്ചു എന്നുള്ളൊരു ന്യൂസ് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. അല്ല എങ്കിൽ എന്ത് സംഭവിക്കാം,
നമ്മളുടെ യുക്രൈനിലുള്ള എലക്ഷൻ, പുതിയ പ്രസിഡന്റ് വന്നതിന് ശേഷം മാത്രമേ ഈ വോർ എൻഡ് ആക്കുള്ളൂ എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു റഷ്യയുടെ സൈഡിൽ നിന്ന്. ഓക്കെ, സോ അങ്ങനെ ഒരു ന്യൂസ് വരാം. അങ്ങനെ ന്യൂസ് വന്നാലും അത് ഗോൾഡിനെ ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യും. അപ്പം ഒരു ഇലക്ഷൻ ഒരു പർട്ടിക്കുലർ ഡേറ്റ് വരുമല്ലോ, ആ ഡേറ്റിന് മുന്നേ ആയിട്ട് വോർ അവസാനിക്കും എന്ന് എല്ലാവർക്കും മനസ്സിലാവുകയും പിന്നെ അവിടെ നിന്നും ഗോൾഡ് താഴോട്ട് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഈ രണ്ട് പോസിബിലിറ്റിയിലാണ് ഗോൾഡ് താഴോട്ട് പോകാനായിട്ടുള്ള എന്താ പറയുക ഒരു സാഹചര്യം ഉണ്ടാവത്തുള്ളൂ. അല്ലാത്ത പക്ഷം ഈ മീറ്റിംഗ്സ് എല്ലാം അലസിപ്പിരിക്കുകയും ഗോൾഡ് നമ്മളുടെ വാർ അവസാനിക്കുന്നില്ല എന്നുള്ള ന്യൂസ് അറിയുകയും പിന്നെയും ഗോൾഡിലുള്ള പ്രഷർ കൂടി വീണ്ടും മുകളിലോട്ട് പോകാനുള്ള പോസിബിലിറ്റിയാണുള്ളത്. ഓക്കെ, സോ ഈ രണ്ട് കാര്യങ്ങൾ ആണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കി വെച്ചേക്കേണ്ട കാര്യങ്ങൾ. സോ അതുകൊണ്ടിട്ട് തന്നെ ഓക്കെ, ഗോൾഡ് ഭയങ്കരമായി പറന്നു 4409 നിൽക്കുന്നു. ഇനി പല ആൾക്കാരും പല ന്യൂസിൽ നിന്നും പല കാര്യങ്ങളിൽ നിന്നും ഒക്കെ പല ന്യൂസുകൾ പറഞ്ഞിട്ടുണ്ടാവും 4600 വരെയൊക്കെ പോവാം. അങ്ങനെയൊക്കെ വിചാരിച്ച് വെറുതെ ഒരു കാരണവശാലും സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ഗോൾഡിൽ ട്രേഡ് ചെയ്യരുത് എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പറഞ്ഞു തരേണ്ട കാര്യം. അതിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമുക്ക് ഈ ഒരു ഇയർ എൻഡിൽ നമുക്ക് ആക്ച്വലി ഗോൾഡിൽ തൽക്കാലം മാറി നിൽക്കുന്നത് തന്നെയായിരിക്കും ബെറ്റർ. കാരണം ഇതിനൊരു തീരുമാനം അറിയട്ടെ, റഷ്യ ഉക്രൈൻ വാറിനെ സംബന്ധിക്കുന്നതിനകത്ത് ഒരു തീരുമാനം അറിഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് ഗോൾഡിൽ ട്രേഡ് ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ ഗോൾഡിൽ ഞാൻ ഈ ഒരു എന്താ പറയുക, അതിൻ്റെ ഡിസിഷൻസ് ഒക്കെ ഇന്നും നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ടായിരിക്കും വരുന്നത് കേട്ടോ. സോ ഇന്നും നാളെയും മറ്റന്നാളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്ത് ഈ ഒരു ന്യൂസൊക്കെ ഫോളോ ചെയ്ത് പോകുന്നതായിരിക്കും ബെറ്റർ. അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ ക്രിസ്മസ് ഒക്കെ അല്ലേ, വെറുതെ ട്രേഡിങ് ഒക്കെ ചെയ്ത് വെറുതെ എന്തിനാണ് നമ്മൾ ടെൻഷൻ അടിക്കുന്നത്? ട്രേഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, നമ്മുടെ കറൻസി പെയറിലൊക്കെ ട്രേഡ് ചെയ്യാം കേട്ടോ. പക്ഷേ ഗോൾഡിൻ്റെ കാര്യത്തിനകത്ത് എനിക്ക് ചെറിയ കൺസേൺ ഉണ്ടായതുകൊണ്ടിട്ട് മാത്രം പറഞ്ഞതാണ്. ട്രേഡ് ചെയ്യാം, നമ്മളുടെ ലെവൽസിൽ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ട്രേഡ് ചെയ്യാം. സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് മാത്രം ട്രേഡ് ചെയ്യാം. നിങ്ങൾക്കത് ലൂസ് ആകുന്ന മണിയാണ്, അല്ലെങ്കിൽ ഒരു മാക്സിമം നമുക്കൊരു 1%, 2% റിസ്ക് ഒക്കെ എടുത്ത് ട്രേഡ് ചെയ്ത് പോകാം. അല്ലാത്ത പക്ഷം ഒരു കാരണവശാലും ട്രേഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഗോൾഡിൽ എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്, ഇത്രയും ഫണ്ടമെന്റൽസ് നടക്കുന്നത് കൊണ്ടിട്ട്. ഓക്കെ, സോ ഇതാണ് എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ പറഞ്ഞു പോകാനായിട്ടുള്ളത്. അതിന് മുന്നേ ആയിട്ട് ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. നമ്മളുടെ 4ാമത്തെ ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ 4ാമത്തെ എപ്പിസോഡ് ഞാൻ സാറ്റർഡേ ഇട്ടിട്ടുണ്ടായിരുന്നു. ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4 ഞാൻ ഇട്ടിട്ടുണ്ടാവും. നിങ്ങൾക്ക് അത് നോക്കി ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കാവുന്നതുമാണ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടോ കൺസേൺസോ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ നമ്പരും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ച് പോവുകയും ചെയ്യാം എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ അതിൻ്റെ കൂടെ തന്നെ പല ആൾക്കാരും നമ്മൾ എന്താ പറയുക, ഏത് ബ്രോക്കറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, നമ്മൾ എങ്ങനെ ഒരു നല്ലൊരു ബ്രോക്കറിനെ ചൂസ് ചെയ്യാം എന്നൊക്കെയുള്ളൊരു കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ബ്രോക്കർ വന്നിട്ട് സ്റ്റാർ ട്രേഡർ എന്ന് പറഞ്ഞിട്ടൊരു ബ്രോക്കറാണ്. സ്റ്റാർ ട്രേഡറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതൊരു ബ്രോക്കർ നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടത് ആ ഒരു ബ്രോക്കറിൻ്റെ റെഗുലേഷൻ ആണ് അല്ലേ. സോ റെഗുലേഷനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർ ട്രേഡർ UAE ബേസ് ചെയ്തിട്ടുള്ള സ്കാഡ് റെഗുലേഷനുള്ള ബ്രോക്കറാണ്. അതേപോലെ തന്നെ ഓസ്ട്രേലിയ ബേസ് ചെയ്തിട്ടുള്ള ASICയുടെ റെഗുലേഷനുള്ള ഒരു ബ്രോക്കറാണ്. ഓക്കെ, അതിൻ്റെ കൂടെ സൗത്ത് ആഫ്രിക്ക, മൗറീഷ്യസ് എന്നൊക്കെ പറയുന്ന രാജ്യങ്ങളിലുള്ള റെഗുലേഷനും ഉള്ളൊരു ബ്രോക്കറാണ് എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ പറയാനായിട്ടുള്ളത്. ഓക്കെ, സോ നമ്മൾ റെഗുലേഷൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതെല്ലാം മനസ്സിലാവുകയും ചെയ്യും. നിങ്ങൾക്കിത് ഇവരുടെ വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് നോക്കാവുന്നതുമാണ്. ഓക്കെ, സോ അതാണ് എനിക്ക് നമ്മുടെ റെഗുലേഷൻസ് എല്ലാം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ടൈറ്റ് ആയിട്ടുള്ള സ്പ്രെഡും അതേപോലെ തന്നെ സ്വാപ്പ് ഫ്രീ അക്കൗണ്ട്സും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഇവരുടെ ഡെപ്പോസിറ്റ് ബോണസ് തന്നെയാണ്. ഫസ്റ്റ് $1,000 100% ബോണസാണ് യൂറോപ്യൻ ക്ലയൻസിന് കമ്പനി കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ എത്രയാണോ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അതിൻ്റെ 20% ബോണസും തരും. സബ്സിക്വൻറ്റ് ഡെപ്പോസിറ്റിന് 20% ബോണസും കമ്പനി തരും. ഇന്ത്യൻ ക്ലയൻസ് അല്ലെങ്കിൽ യൂറോപ്പിന് പുറത്തുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഡെപ്പോസിറ്റിന് $500 50% ബോണസും ബാക്കിയുള്ള ഡെപ്പോസിറ്റിന് 20% ബോണസും സബ്സിക്വൻറ്റ് ഡെപ്പോസിറ്റിന് 20% ബോണസുമാണ് കമ്പനി തരുന്നത്. ഓക്കെ, സോ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ഡിസംബർ 31 വരെയാണുള്ളത്. അതിന് മുന്നേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന പ്രൊമോഷൻസ് അല്ലെങ്കിൽ ഒരു ബോണസ് എൻജോയ് ചെയ്യാൻ പറ്റുകയും ചെയ്യും എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക്
JPYയിലോട്ട് പോകാം. JPY 157.391 എന്ന് പറയുന്ന റേഞ്ചിൽ നിൽക്കുന്നു. നമുക്കറിയാം കഴിഞ്ഞ ആഴ്ച JPYയുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ആയിരുന്നു. ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടി. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നതാണ് നമ്മൾ കണ്ടത്. ഓക്കെ, ഇപ്പോൾ 157.391 നിൽക്കുന്നു. 157.70 വരെയൊക്കെ മാർക്കറ്റ് എത്തിയിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു പർട്ടിക്കുലർ സാഹചര്യത്തിൽ എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് വലിയൊരു ക്ലാരിറ്റി ഇല്ല. ഓക്കെ, ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ടിട്ടാണ് കേട്ടോ ക്ലാരിറ്റി ഇല്ല എന്ന് പറയുന്നത്. ബേസിക്കലി എനിക്ക് നമുക്ക് റീട്രേസ് ചെയ്ത് കിട്ടണം. കാരണം JPY അപ് ട്രെൻഡ് ആണ്. പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് ഈ ദിവസങ്ങളിൽ. ഓക്കെ, അതുകൊണ്ടിട്ട് തന്നെ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ടിട്ട് തന്നെ മാർക്കറ്റിൽ നിന്ന് കുറച്ച് മാറി നിൽക്കുന്നത് കൊണ്ട് തെറ്റില്ലാത്ത കാര്യമാണ് കേട്ടോ. എല്ലാ ദിവസവും ട്രേഡ് ചെയ്യണമെന്ന് നിർബന്ധം പിടിച്ചിട്ട് കാര്യമില്ല. നമ്മളുടെ ലെവൽസിലോട്ട് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. നമ്മുടെ ലെവൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 156 എന്ന് പറയുന്ന റേഞ്ചിലോട്ടൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ 156.1, 156.2 ആ റേഞ്ചിലോട്ടൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. 155.40 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം എന്നുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ് എനിക്ക് USD JPYയിൽ പറയാനായിട്ടുള്ളത്. ഓക്കെ, സോ നേരെ നമ്മളുടെ GBPയിലോട്ട് വരുമ്പം GBP ഇന്ന് നമുക്ക് നല്ലൊരു മൂവ്മെൻറ്റ് മുകളിലോട്ട് പോകുന്നൊരു കാഴ്ച നമ്മൾ കണ്ടു. 1.34381 നിൽക്കുന്നു ഇപ്പോൾ മാർക്കറ്റ്. ഓക്കെ, നമുക്കറിയാം പലവട്ടം 1.3400 മുകളിലായിട്ട് മാർക്കറ്റ് പോയി എന്ന് നമുക്ക് തോന്നലുണ്ടായിട്ട് മാർക്കറ്റ് താഴോട്ട് പോകുന്ന ഒരു കാഴ്ച നമ്മൾ പലവട്ടം കഴിഞ്ഞ വീക്കിലും കണ്ടു അല്ലേ. സോ അത് മാത്രമല്ല, പൊളിറ്റിക്കൽ സൈഡിൽ നിന്നുള്ളൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, റഷ്യ യൂറോപ്പിനെ ആക്രമിക്കുകയാണെങ്കിൽ ആദ്യമേ ആക്രമിക്കുന്നത് UK ആണ് എന്നുള്ളൊരു കാര്യം സ്റ്റേറ്റ്മെന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അങ്ങനെ എങ്ങാനും UK ആക്രമിച്ചു കഴിഞ്ഞാൽ, റഷ്യ ആക്രമിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും GBP താഴോട്ട് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ടിട്ട് തന്നെ GBPയിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ട്രേഡ് ചെയ്യാതിരിക്കുക എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. നമ്മളുടെ ലെവൽസിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. ഒരു റീട്രേസ്മെന്റ് കിട്ടി നമുക്ക് 1.3350 അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 1.3360 അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 1.3340 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് 20 പിപ്സിന്റെ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് എനിക്ക് GBP USDയിൽ പറഞ്ഞു തരാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി. അല്ലാതെ നമുക്കിന്നൊരു ഒരു ലോങ്ങർ ടേമിലോട്ടൊന്നും ഈ ഒരു പർട്ടിക്കുലർ ടൈമിൽ നമുക്ക് പ്ലാൻ ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ ഓൾറെഡി ലോങ്ങർ ടേമിലോട്ട് പ്ലാൻ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1.3300 അവിടുന്ന് ബൈ ചെയ്യാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ബൈ ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ ഓൾമോസ്റ്റ് 400 പിപ്പിന്റെ പ്രോഫിറ്റ് ആണ്. അതായത് ഒരു ലോട്ടിൽ ട്രേഡ് ചെയ്യുന്ന ഒരാൾക്ക് $4000 പ്രോഫിറ്റ് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് GBPയിൽ അല്ലേ. നമ്മളെപ്പോഴും പ്ലാൻ ചെയ്യാൻ നേരത്ത് അങ്ങനത്തുള്ള ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ട്രേഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം അല്ലേ. സോ എന്താ പറയുക, നമ്മളുടെ GBP USDയിൽ എനിക്ക് പറയാനായിട്ടുള്ളത്, നമുക്ക് റീട്രേസ് ചെയ്ത് കിട്ടി 1.3350 അവിടെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ 1.3360 അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ബൈ ചെയ്യുക. വളരെ ടൈറ്റ് ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസ് 1.3340 താഴെ സ്റ്റോപ്പ് ലോസ് വെക്കാം. ടൈറ്റ് ആയിട്ടല്ലാതെ വെക്കണം എന്നുള്ള ആൾക്കാർക്ക് 1.3300 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടി വരും എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ചു പോവുകയാണ്. ഓക്കെ, സോ കമ്മിങ് ടു യൂറോ. നമ്മൾ യൂറോയിലോട്ട് വരുമ്പോൾ എൻ്റെ റെക്കമെൻഡേഷൻ എന്താ വെച്ചാൽ യൂറോ തൽക്കാലം ട്രേഡ് ചെയ്യാതിരിക്കുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് എൻ്റെ റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, കാരണം റഷ്യ ഉക്രൈൻ വാറിനകത്ത് എന്ത് ഡിസിഷൻ വരും എന്നുള്ളൊരു കാര്യം നമുക്കറിയില്ല. എന്ത് തീരുമാനം വന്നാലും അത് യൂറോനെ അഫക്റ്റ് ചെയ്യും. അത് മുകളിലോട്ടാവാം അല്ലെങ്കിൽ താഴോട്ടാവാം, അത് നമുക്കറിയില്ല അല്ലേ. സോ അതുകൊണ്ടിട്ട് യൂറോയിൽ നിന്ന് തൽക്കാലം മാറി നിൽക്കുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഇവിടെ ലൈറ്റ് പോയി, ഞാൻ ജസ്റ്റ് ഒന്ന് ഇതാക്കിയിട്ട് വരാം. നമുക്കറിയാം ഇവിടെ കുറേ നേരം അനങ്ങാതിരുന്ന് കഴിഞ്ഞാൽ ലൈറ്റ് പോകും. ഓക്കെ, സോ യൂറോയിൽ എനിക്കിതാണ് പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യം. ഓക്കെ, സോ നേരെ നമ്മളുടെ ഗോൾഡിലോട്ട് വരുമ്പം ഗോൾഡ് 4410 എന്ന് പറയുന്ന റേഞ്ചിൽ നിൽക്കുന്നു. എനിക്കറിയില്ല ഇത് ഇയർ എൻഡോടുകൂടി പ്രോഫിറ്റ് ബുക്കിംഗ് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന മാർക്കറ്റ് എന്തുകൊണ്ടും 4420 വരെയൊക്കെ മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നു. ഓൾ ടൈം ഹൈ ഒക്കെ ബ്രേക്ക് ചെയ്തു, എന്നിട്ട് മുകളിലോട്ട് പോയി അല്ലേ. അപ്പോൾ ഇത് ബേസിക്കലി ഇയർ എൻഡിന് മുന്നേ ആയിട്ട് മാക്സിമം ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കി അവിടുന്ന് താഴോട്ട് പോവുകയാണെങ്കിൽ ആ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം എന്നുള്ളതായിരിക്കും. ഒറ്റയടിക്കൊക്കെ ആയിരിക്കും കേട്ടോ താഴോട്ട് പോകുന്നത്. ഓക്കെ, അതുകൊണ്ടിട്ട് ഈ ട്രാപ്പിൽ വീഴാതിരിക്കുക. ഓക്കെ, ഈ ഒരു ട്രാപ്പിൽ വീഴാതിരിക്കുക. എപ്പോൾ വേണമെങ്കിലും റഷ്യ ഉക്രൈൻ വാർ അവസാനിച്ചു എന്നുള്ള കാര്യങ്ങളും ന്യൂസുകളൊക്കെ നിങ്ങൾക്ക് കേൾക്കാം. ഓക്കെ,
സോ നിങ്ങൾ ട്രേഡ് ചെയ്യണ്ട എന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ പഠിച്ചിട്ടുള്ള നിങ്ങളുടെ ലെവൽസിൽ നിങ്ങളുടെ ടെക്നിക്കൽ അനാലിസിസ് വെച്ചിട്ട് ട്രേഡ് നടത്തിക്കോ, അതിനൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷേ സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ട്രേഡ് ചെയ്യരുത്. പ്രത്യേകിച്ച് ഇന്ന് US സെഷനിലൊക്കെ എന്തെങ്കിലും അനൗൺസ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടാവാനായിട്ടുള്ള എല്ലാ പോസിബിലിറ്റിയും തുറന്നു കിടക്കുന്നു കേട്ടോ. പലയിടത്തും മീറ്റിംഗ്സ് നടക്കുന്നുണ്ട് വാർ അവസാനിപ്പിക്കാനായിട്ടുള്ള. ഓക്കെ, സോ ഒന്നെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വാർ അവസാനിച്ചു എന്നുള്ളൊരു ന്യൂസ് ആയിരിക്കും കേൾക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഉക്രൈനിലെ എലക്ഷൻ എന്നായിരിക്കും വരാൻ പോകുന്നത് എന്നുള്ളൊരു ന്യൂസ് ആയിരിക്കും കേൾക്കുന്നത്, ഇല്ലെങ്കിൽ ഈ പറയുന്ന ചർച്ചകളെല്ലാം അലസിപ്പിരിഞ്ഞു എന്നുള്ളൊരു ന്യൂസ് ആയിരിക്കും കേൾക്കുന്നത്. ഓക്കെ, സോ അതുകൊണ്ടിട്ട് തന്നെ ഇപ്പം നമുക്ക് വാർ അവസാനിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഇവിടുന്ന് ഒരു സെല്ലെടുത്തിട്ട് കാര്യമില്ല. പല ആൾക്കാരും പുതിയ ആൾക്കാരും ട്രേഡിലോട്ട് വരുമ്പോൾ, ഞാനൊക്കെ പണ്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. സോ എന്തെങ്കിലും ഒരു ന്യൂസ് കേട്ടിട്ട് ആ ന്യൂസ് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ആകുമല്ലോ എന്ന് വിചാരിച്ച് ഓൾറെഡി ബൈയോ സെല്ലോ ഒക്കെ ചെയ്ത് പെട്ടുപോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടിട്ട് അങ്ങനെ ചെയ്യാതിരിക്കുക. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ റിസ്ക് എടുക്കാം, നിങ്ങൾ സ്റ്റോപ്പ് ലോസ് ഇട്ട് റിസ്ക് എടുക്കുക. ഓക്കെ, അല്ലെങ്കിൽ ഇതൊരു ഗാംബ്ലിംഗ് ആവും. ഓക്കെ, സ്റ്റോപ്പ് ലോസ് ഇട്ട് റിസ്ക് എടുത്തോ എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ട്. നിങ്ങളുടെ ലെവൽസിലോട്ട് വന്നാൽ നിങ്ങൾ സ്റ്റോപ്പ് ലോസ് ഇട്ട് ട്രേഡ് ചെയ്തോ, ഒരു കുഴപ്പമില്ല. പക്ഷേ സ്റ്റോപ്പ് ലോസ് എടുക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സ്റ്റോപ്പ് ലോസിനെക്കാട്ടിലും കൂടുതലായിരിക്കണം ടേക്ക് പ്രോഫിറ്റ് എന്നുള്ളൊരു കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി. സ്റ്റോപ്പ് ലോസ് വെക്കുന്നുണ്ടെങ്കിൽ ടേക്ക് പ്രോഫിറ്റും വെച്ച് പോവുക. പക്ഷേ ഈ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ ചിലപ്പം ബോറങ്ങാണോ അവസാനിച്ചാൽ വലിയൊരു മൂവ്മെൻറ്റ് നമുക്ക് കിട്ടും എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കിയിരിക്കുക. വാർ അവസാനിക്കാനാണ് കൂടുതൽ പോസിബിലിറ്റി. അങ്ങനെ തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. ഓക്കെ, വേണ്ടാത്ത റിസ്കുകൾ എടുക്കാതിരിക്കുക. പ്രോഫിറ്റ് ബുക്കിംഗ്സ് ഇയർ എൻഡോട് കൂടി ഉണ്ടാവും. റഷ്യ ഉക്രൈൻ വാറുകൾ അവസാനിക്കാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് മാത്രം ട്രേഡ് എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.